ഹായ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കണ്ടാലോ. അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ എളുപ്പം നോക്കിക്കാണ്ട് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ല കേട്ടോ, മദ്രസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളെ പെരയിൽ പണിക്കാരും വരുന്നുണ്ട്, വയറിങ്ങിൻ്റെ പണിക്കാരൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ നമുക്കുള്ള ചായയും കടിയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നല്ലോ രാത്രി എന്നറിയോ, പച്ചക്കടല ഉണ്ടായില്ലേ നമ്മൾ, അതോട് നമുക്ക് റോസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് അതൊക്കെ വളത്തിലിട്ട് വെച്ചിട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ തന്നെ നമ്മളെ പണിക്കാരങ്ങോട്ട് വന്നാണ് ആ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിരത്തിട്ടിട്ട് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീഡിയോ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് അല്ലേ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്നും കരുതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേനു അടിയത്തെ സ്വിച്ച് ബോർഡൊക്കെ എടുത്താണ് മുകൾക്കടാക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കഴിച്ചപ്പോൾ പിന്നെ ഓന് പറഞ്ഞ് അത് ശരിയാവില്ല, അത് അതിന് സൂട്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ആ സ്വിച്ച് ബോർഡ് നമ്മൾ മാറ്റണില്ല കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ മാറ്റിയാന്നല്ലാതെ എല്ലാതും നമ്മൾ മാറ്റണില്ല എന്നൊക്കെ വിചാരിച്ചങ്ങ് നിൽക്കണം. അപ്പോൾ അതാ നമ്മൾ റിനും റിഫൊക്കെ മദ്രസിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഓരതങ്ങനെ കണ്ടു കുത്തിറക്കണം. അങ്ങനെ ഒരു 8:30 ആയ സമയത്ത് ഞാൻ ചായ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നെറുക്ക് കയറിക്കാറുണ്ട്. നല്ല കട്ടൻ ചായ ഒക്കെ കൊടുക്കണമല്ലോ ഒരു 8:30 9 മണിയാവുന്ന സമയത്ത്. ഓൽക്കിപ്പോൾ ആകെ ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളെ പെരയിലായതുകൊണ്ട് ആകെ ഇന്നത്തെ ഒരു ദിവസമല്ലേ, ഞായറാഴ്ച ഓന് ലീവ് ഉണ്ടാവുള്ളൂ. അല്ലാത്തപ്പോൾ ഓന് വേറെ സൈറ്റിൽ പണിയാണെന്ന് പറഞ്ഞാണ്ട് അപ്പം നമ്മളെ പെരയ്ക്ക് പണിക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വന്ന് ഈ ഞായറാഴ്ച വന്ന് അങ്ങനെയാണ് കേട്ടോ ഓന് ഒഴിവുണ്ടാവുള്ളൂ. നമുക്കാണെങ്കിൽ തിരക്ക് പിടിച്ച പണികളും അല്ലേ, കല്യാണമൊക്കെ വരികയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പണികളൊക്കെ വേഗം തീർക്കും വേണം. അപ്പോൾ അതാ ഓരോ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഓന് കറിക്കുള്ള തേങ്ങ, പിന്നെ ഞാൻ ബീൻസ് കടല ഞാൻ കറി വെച്ചിരുന്നു കേട്ടോ. കുറച്ച് കറിയും വെച്ച് നമ്മൾ റോസ്റ്റാക്കി എടുത്തും ചെയ്തു. അപ്പോൾ ഞാൻ തേങ്ങ ഇല്ലേനു കേട്ടോ. അപ്പോൾ തെങ്ങുമെന്ന് ഇങ്ങനെ തേങ്ങ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്ക ഇവിടെ ഇല്ലേനു കേട്ടോ. അപ്പോൾ ഞാൻ തോട്ടി എടുത്താണ് തേങ്ങ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ആ ബീൻസ് കടലേക്ക് നമുക്ക് തേങ്ങ അരച്ച് പാർന്ന് കൊടുക്കാൻ. അതാ തേങ്ങ എനിക്കാണെങ്കിൽ ഞാൻ ഇതുവരെ തേങ്ങ ദിവസം ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. കാക്കപ്പം ഇന്നിപ്പോൾ ഇതിലൊക്കെ പോയിരുന്നു വണ്ടിയും കൊണ്ടല്ലേ. അപ്പോൾ ഓരപ്പോൾ എപ്പോഴും കിട്ടൂലല്ലോ, വിചാരിച്ച സമയത്തൊന്നും പോലെ കിട്ടൂലല്ലോ. അപ്പം ഞാനെന്നെ തെങ്ങുമെന്ന് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ വലിച്ചാണ് കേട്ടോ. കയ്യിലൊന്നും പേടിയിട്ട് തലേക്ക് പോകുമെന്നൊക്കെ ഒരു പേടിയുണ്ട് കേട്ടോ. തേങ്ങ നമ്മൾ 2 തോട്ടിയോട് വലിച്ച് തള്ളിയിട്ടൊക്കെ ചെയ്തിന് എത്താണാ അതിൻ്റെ പാട് കുലുങ്ങുണ്ടോ നോക്കുക. നമ്മൾ ഏതായാലും കുലുക്കൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ടൊക്കെ കുലുങ്ങുന്നുണ്ട്. നമ്മളോട് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ കയ്യുള്ളൂ. അല്ല അപ്പത്തെ കാട്ടെ നമുക്ക് എത്രയോടത്ത് നമ്മളിങ്ങോട്ട് ഏതായാലും കുത്തി ചാടിച്ച് എടുത്തുന്നു കേട്ടോ. ഈ ബാക്കിയുള്ളതൊക്കെ പിന്നെ കാക്ക വന്നിട്ടൊന്ന് എടുപ്പിച്ചാന്ന് വിചാരിച്ചിട്ട് തേങ്ങപ്പം ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ വേണം, മൂല്യാർ ചിലവുണ്ട്, രണ്ടും കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പം നമ്മളിന്ന് മന്തിയൊക്കെ ഉണ്ടാക്കണം എന്നങ്ങനെ വിചാരിച്ച് നിൽക്കണം. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ തള്ളിയിട്ട് കഴിഞ്ഞത് ആ തോട്ടിൽ ഞങ്ങൾ എടുത്ത് വെക്കട്ടെ, കുട്ടികൾ പണി ഉണ്ടാക്കും. അല്ല ഞാൻ ഇപ്പം ആ തേങ്ങ പൊളിച്ചിക്കാണ്ട് ചിരണ്ടിക്കാണ്ട് നമുക്ക് അരച്ചിക്കാണ്ട് നമുക്ക് കറിക്കാണ്ട് പാർന്ന് കൊടുക്കണം. അപ്പോൾ തന്നെ ഇതാ കാക്ക മന്തിക്കുള്ള അരിയും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നും ചെയ്തു. ഇന്നിപ്പം നമ്മളെ പെരയിൽ മൂല്യാര ചിലവുണ്ട്. ഇന്നിപ്പോൾ ആണെങ്കിൽ പണിക്കാരനും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു മന്തി അങ്ങോട്ട് ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, ഞായറാഴ്ചയല്ലേ, കുട്ടികളൊക്കെ പെരയിൽ ഉണ്ടാവും ചെയ്യും. മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊന്നും നമ്മൾ മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ഇതുപോലും മട്ടൻ പോലും നമ്മളങ്ങോട്ട് ഉണ്ടാക്കട്ടോ. ഇന്നിപ്പം നമുക്ക് അതിനൊന്നും നേരമില്ലാണ്. ഇന്നിപ്പോൾ ഇത് വേഗം ഉണ്ടായാണ്ട് അടുപ്പത്തുണ്ടായി കിട്ടിയാൽ മതി ഇനിയിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് നമ്മൾ. മന്തി അങ്ങോട്ട് ഉണ്ടാക്കണമെങ്കിൽ അടുപ്പത്ത് ഇതേപോലെ അവിടെ കത്തിച്ചിക്കാണ് തിളപ്പിച്ച് അങ്ങോട്ട് വേവിച്ചാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാട്ടോ നമ്മൾ ഉണ്ടാക്കൽ. കുക്കറിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുക്കറിലൊക്കെ ഉണ്ടാക്കട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് തോനെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഒരു 1.5 കിലോ അരി വെച്ചാണ്ടാണ് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ മന്തി ഉണ്ടാക്കണത്. ഇനിയിപ്പോൾ ഞാൻ കുക്കറിലിടാനൊന്നും പോകുന്നില്ല. കുക്കറിലിട്ടാൽ പെട്ടെന്ന് ആവൊക്കെ ചെയ്യും. 2 വിസിലടിച്ചാൽ ചോറാവും കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ അടുത്ത് ഇപ്പം അതിന് പറ്റിയ കുക്കറില്ല. അതുകൊണ്ട് ഇപ്പം നമ്മളതിൽ തീമടൂല. അടുപ്പത്തങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മൂട്ടി പിടിപ്പിച്ചാണ് നല്ല കത്തണ വിറകുണ്ട്. ചെമ്പട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെള്ളം വെച്ചാണ്ട് അടുപ്പത്തേക്കാണ്ട് വെച്ചിട്ട് നമുക്ക് അതിലങ്ങോട്ട് ഉണ്ടാക്കാം. അരിയൊക്കെ ഞാനവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് കിട്ടാനും വല്ലാത്തൊരു പണി. നമ്മൾ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ തിരിച്ചു മൂട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ആകെ പോക്കെ പിടിച്ചാവും. ഏതായാലും നമ്മൾ ഇതാ കറിയൊക്കെ ഇവിടെ റെഡിയാക്കി എത്തുന്നു കേട്ടോ. നമ്മൾ കടലക്കറിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്ത് അവിടെ ഒക്കെ വേവിച്ചാട് തേങ്ങയൊക്കെ അരച്ച് പാർന്ന് ഉഷാറാക്കിയിട്ട് വെച്ചിട്ട് ഇനി ഇതൊന്ന് തൂമിച്ചാട് നമുക്ക് ഇതിക്കാണ് പാർന്ന് കൊടുക്കുക. അപ്പോൾ അത് ഉള്ളിയൊക്കെ എരിഞ്ഞാണ് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ് എണ്ണയിലാണ്ട് വറവിട്ടാണ് നമ്മൾ ആ കറിക്കാണ് ഒഴിച്ച് കൊടുത്താണ്ടാണ് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് ഇനി ഒലിക്ക് ചായ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ചായക്കുള്ള കടി എന്താണെന്ന് വെച്ചാൽ വെള്ളപ്പം അങ്ങോട്ട് വാങ്ങിയേക്കാൻ കേട്ടോ. എന്നും രാവിലെ ഇതിൽ കൂടെ നമ്മളെ സമൂസ വണ്ടി ഇങ്ങനെ പോകും കേട്ടോ. സമൂസയും വെള്ളപ്പം പത്തിരി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അയാളോട് 10 വെള്ളപ്പം അങ്ങോട്ട് വാങ്ങിയേക്കാൻ കേട്ടോ. ഇന്നിപ്പോൾ ചായക്കടി അത് അങ്ങോട്ട് കൊടുക്കാമെന്നും വിചാരിച്ച് കടലക്കറി ഉണ്ടല്ലോ നമ്മൾ റോസ്റ്റെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ ഇതാ മന്തിക്കുള്ള കോയിൻ്റെ മസാലയൊക്കെ ഞാനിവിടെ തേച്ച് പിടിപ്പിച്ചവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല റെസിപ്പിയും കാര്യങ്ങളൊന്നും മുഴുവനായിട്ടൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാ മന്തിക്കുള്ള മസാലയൊക്കെ തേച്ചവിടെ വെച്ചിരുന്നു. ചോറ് തിളപ്പിച്ച് വെച്ചെടുക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ നേരത്തെ അടുപ്പത്തേക്കാണ് വെച്ചാൽ കത്തിച്ചു കൊടുത്തില്ല. അതൊക്കെ തിളച്ച് നമ്മൾ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ ഏകദേശം വന്ന് തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതാണ് ഊറ്റി കൊടുക്കാം.
ബിരിയാണി വെക്കണ മാതിരിക്കന്നെ നല്ലോണം അങ്ങോട്ട് വേവിച്ചിട്ട് നമ്മളെങ്ങനെയാണോ ബിരിയാണിക്കൊക്കെ വേവിച്ചിട്ട് നല്ലോണം വേവിച്ചാൽ പിന്നെ ദമ്മിലിടുമ്പോൾ ഒന്നും കൂടി വേവുമല്ലോ. അപ്പോൾ അത് നമ്മൾ അരിയൊക്കെ ആ പാകത്തിനും മട്ടത്തിനൊക്കെ അവിടെ വെന്ത് കിട്ടിയിട്ടോ. അപ്പോൾ അത് നമ്മളങ്ങോട്ട് ഊറ്റിയെടുക്കുകയാണ്. അങ്ങനെ ചോറ് വേഗം അങ്ങോട്ട് ഊറ്റി വെച്ചാണ് പിന്നെ നമ്മൾ ചായ അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്ട് ഒരുങ്ങിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ടേബിൾ മേലോട്ട് കൊണ്ടുവച്ചിട്ടോ നമ്മളെ കടലക്കറിയും വെള്ളപ്പും കട്ടൻ ചായയൊക്കെ ആയിരുന്നു. പാൽ ചായ പിന്നെ ഓന് പറ്റൂല എന്ന് പറയുമ്പോൾ പിന്നെ പാലൊന്നും പറഞ്ഞില്ല. ചോറ് ഊറ്റാതെ നമ്മളിപ്പോൾ ഈ പണിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ സോലായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ചോറ് വേറിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും പറ്റൂല. അങ്ങനെ ചോറൊക്കെ ഒന്ന് അങ്ങനെ തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ചെമ്പട്ടി തന്നെ അടുപ്പത്തേക്കാണ് വെച്ചാണ് അയക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താണ് നമ്മളെ കോഴിയൊക്കെ അങ്ങോട്ട് ഒന്നങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ മന്തിച്ചോറ് ഉണ്ടാക്കണത്. ഇങ്ങനെ ഇടക്കിടക്ക് നമ്മൾ ഉണ്ടാക്കലുണ്ട്. നല്ല അടിപൊളി ചോറ് കഴിക്കാറ് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ റെസിപ്പി ഒന്നും എനിക്കിപ്പോൾ എടുക്കാൻ സമയം കിട്ടൂല. കാരണം നമുക്ക് മൂല്യേറെ ചിലവുണ്ട്. പിന്നെ ബൽക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ചായയും അതും ഇതൊക്കെ കൊടുക്കണ്ട. പിന്നെ അതിന് ഓരോന്നിനും വിളിക്കും ചെയ്യും. പണിക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ അത് ഇതെന്ന് പറഞ്ഞ ചോദിച്ചില്ല. അപ്പോൾ അതൊക്കെ ചോറ് നമ്മൾ ആ പാത്രത്തിലോട്ട് സെറ്റാക്കിയതിന് ശേഷം മന്തിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മാഗി ക്യൂബിൻ്റെ കട്ട ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഴി പൊരിച്ചിന് എണ്ണ നമ്മളൊരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി വെച്ചിന് ആ എണ്ണയും കൂടി ഇതിന് നെറുക്കൂടെ അങ്ങോട്ട് പാർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പച്ചമുളക് ഇതേം പോലെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് സോസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് കാണാനൊരു ചൊറുക്കിലാണ് കുത്തിയും വെക്കുക. ഇപ്പം ഇതേപോലെ കടിച്ച് മുറിച്ച് തിന്നും ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പച്ചമുളക് അങ്ങനെ കുത്തി കൊടുക്കുന്നത്. കാണാനൊക്കെ ഒരു ചൊറുക്കാണ് അതെങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഞാൻ എന്തായാലും ഇതിനോട് സോസാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇത് കഴിഞ്ഞിട്ടൊക്കെ വേവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ആ പച്ചമുളക് എടുത്താണ് നമ്മൾ സോസ് അങ്ങോട്ട് ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഈ ചോറും ചെമ്പട്ടിന് നടുക്കൊക്കെ ഒരു പാത്രം കൊണ്ട് വെച്ചിരുന്നില്ലേ. എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായ? ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെ തീക്കണലുണ്ടല്ലോ തീക്കണ ഇട്ട് കൊടുത്താണ് നമുക്ക് കുറച്ച് എണ്ണ നമ്മളെ സൺഫ്ലവർ ഉണ്ടല്ലോ തീക്കണ ഒഴിച്ച് കൊടുത്താണ് ഒരൊറ്റ മൂടലാണ് മൂടിയിട്ട് നമ്മൾ അടുപ്പത്തേക്കാണ് ദമ്മിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണം മന്തിയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കും മക്കളെ. അച്ചാതി രസീകാരം ഈ ചോറ്. നമ്മൾ അംഗനവാടിക്ക് കുട്ടികളെ കൊണ്ടുപോകണ തൂക്കപാത്രം ഉണ്ടാവുമല്ലോ അതിൻ്റെ മൂടിയാണ് നമ്മളിപ്പോൾ ആ വെച്ചത്. ഏത് കൊണ്ടുള്ള ചെറിയ പാത്രം വെച്ചാലും കുഴപ്പമില്ല. നമ്മളേക്ക് കണലങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കാക്കി ഇവിടെ കൂടി തരാനൊക്കെ ഉണ്ട് കേട്ടോ. കണലൊക്കെ എടുത്ത് തരാനും അതിനും ഇതിൽ ആ ചോറൊക്കെ ചെമ്പട്ടിയൊക്കെ അടുപ്പത്തേക്ക് വെക്കാനൊക്കെ കാക്കിയും കൂടി തന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വന്നതേന് കേട്ടോ ഈ കൂടെ. അപ്പം അങ്ങനെ കൂടി തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ അവിടെ ഒഴിച്ച് കൊടുത്താൽ നമ്മളിതാ ദമ്മങ്ങോട്ട് ഇട്ടണതാ നമ്മൾ അടുപ്പത്തേക്ക് കണലുമൊക്കെ വെച്ചിട്ടോ. ഞാൻ കണലൊന്നും ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം എന്നിട്ട് നമുക്കത് ദമ്മിടാൻ പറ്റുള്ളൂ. അല്ല ഞാൻ അതിൻ്റെ ആദ്യം അങ്ങോട്ട് കരിയതാ നമ്മൾ കോഴി പൊരിച്ചതാണല്ലോ. ഇനിയിപ്പോൾ കുറേ പൊരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആ ചോറൊന്നും അങ്ങോട്ട് ദമ്മ് വന്നാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനിതാ വെള്ളപ്പവും ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചാണ്ട് രാവിലെ നമ്മൾ ആ ചായ കുടിച്ചതാണ്. പിന്നെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. നേരം കിട്ടിയിട്ടില്ല. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ പണി അങ്ങോട്ട് മുഴുവനായിട്ടേ പിന്നെ നമ്മൾ തിന്നാനും കുടിച്ചാനൊക്കെ അങ്ങോട്ട് ഒരുങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ചോറൊക്കെ ആയി ഉഷാറായി. കുറേ നേരം കഴിഞ്ഞാലിട്ടോ പിന്നെ എടുക്കണത് അപ്പനെ ആയതൊന്നുമല്ല കേട്ടോ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാലും കേട്ടോ നമ്മളിത് തുറന്ന് നോക്കണത്. അത്ര തന്നെ മതി മക്കളെ. അങ്ങനെ നമ്മളെ ചോറൊക്കെ അടിപൊളിയായിട്ട് നമ്മളെ കോഴിയും ചോറൊക്കെ നമ്മൾ വേർതിരിച്ച് റെഡിയാക്കിയതാ ഇവിടെ അങ്ങോട്ട് വെച്ചിന് കേട്ടോ. പാത്രത്തൊക്കെ ആക്കിയിട്ട് ഇനിയിപ്പോൾ മൂല്യന്മാരൊക്കെ വരുമ്പോൾ നമുക്ക് ഓൽക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കും ചെയ്യാം. ഇനിയിപ്പോൾ പണിക്കാരന് എപ്പോഴാണ് ചോറ് തിന്നാൻ ഇറങ്ങണത് ഓൽക്കും കൊടുക്കാൻ നമുക്കും തിന്നാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവിടെ വെച്ചും ചെയ്തിക്കണം കേട്ടോ. അങ്ങനെ പള്ളിക്കലങ്ങോട്ട് വാങ്ങിക്കൊടുക്കണം ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ ഇവിടെ അയക്കണല്ലേ നമുക്ക് സമാധാനമായിട്ട് വളമ്പി വെക്കല്ലേ. അപ്പം ഇനി മൂല്യാർ വരുമ്പോഴത്തേനും നമുക്ക് വളമ്പി വെച്ചാണ് നമ്മൾ ടേബിൾ മക്കാട് കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മളെ മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ മുളക് സോസ് ഉണ്ടാക്കേണ്ടതെന്ന്. ആ മുളക് സോസും നമ്മളങ്ങോട്ട് ഉണ്ടാക്കിക്കാണ്ട് ടേബിൾ മേലെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ മൂല്യാർ നമ്മളെ മുറ്റത്ത് ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോ. അപ്പം ഇനി മൂല്യാരോട് തിന്നാനാണ് പറയട്ടെ ചോറ്. അങ്ങനെ പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ നെറൂക്കങ്ങോട്ട് കയറിപ്പോയിക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ചാൽ വേണ്ടിയിട്ട് കാക്കിയും പണിക്കാരനും അവിടെ കുത്തറും ചെയ്തിന്. അപ്പോൾ ഞാൻ നെറൂക്ക ഇങ്ങോട്ട് കയറി പോകാൻ നോക്കിയതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുടുക്കി വെച്ചിന് കേട്ടോ. ഇപ്പം അതിനുള്ളിലൊക്കെ ആക്കിക്കാണ്ട് സ്കൂറൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പണികൾ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനിയിപ്പം ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഒന്നുകൂടി പൊട്ടുട്ടോ.